ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറി നമുക്ക് അപ്പം, ചപ്പാത്തി, ചോറ്, പുട്ട് എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ബാച്ചിലേഴ്സിന് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ ഒരു 3 പച്ചമുളകാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഞാൻ 4 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നീളത്തിൽ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് സവാളയും ഈ പച്ചമുളകും എല്ലാം നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചക്കുത്ത് പോകുവോളം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. അപ്പോൾ നോക്കാം, നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് പോകുവോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് തക്കാളിയും വാടി കിട്ടും. അപ്പോൾ നോക്കാം, തക്കാളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നോക്കാം, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ ചിക്കനിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല അതേപോലെ നമുക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഞാൻ ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന്
ഒരു 1/4 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി കേട്ടോ. എന്നുവെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രേവി ഒരുപാട് ലൂസായി പോകും. ചിക്കൻ ഒരുപാട് വേവില്ല. ആദ്യം തന്നെ ഒരു 3-4 മിനിറ്റൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങളതിൻ്റെ ഉപ്പ് നോക്കിക്കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എനിക്കിതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാകമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ആദ്യം ചേർത്തത് പാകമാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. ബാച്ചിലേഴ്സിന് പോലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നോക്കാം, നമ്മുടെ ചിക്കൻ കറി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും കേട്ടോ ചാറ്. അപ്പം ഇത്ര ചാറൊന്നും തണുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചപ്പാത്തി, പൊറോട്ട, ചോറ് എന്തിൻ്റെ ഒപ്പവും, അപ്പം, പുട്ട് എന്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ കറി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.